ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും തിരുവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തോടടുത്ത് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. യെശയ്യാവ് 12:1. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ദൈവജനത്തിൻ്റെ അവസ്ഥ മാറിയ അനുഭവത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്നു, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി. ദൈവം മനുഷ്യനോട് കോപിക്കുമോ? ദൈവം മനുഷ്യനോട് കോപിച്ചിട്ടുണ്ടോ? തിരുവചനം വായിച്ചാൽ അറിയാം, അനേകം സമയങ്ങളിൽ ദൈവം മനുഷ്യനെതിരെ തൻ്റെ കോപം വെളിപ്പെടുത്തിയത്, മനുഷ്യനോട് കോപിച്ചത്. ആ സമയങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ ദൈവജനം കടന്നു പോകുവാനിടയായി തീർന്നു. കാരണം ദൈവം അവരോട് കോപിക്കുവാനിടയായി തീർന്നു. എവിടെയെല്ലാം വച്ച് ദൈവം ജനത്തോട് കോപിച്ചുവോ, ആ ദൈവകോപത്തിന്റെ കാരണമെന്ന് പറയുന്നത് പാപമായിരുന്നു. പ്രിയരെ, പാപം മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുവാൻ കാരണമായി തീർന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കോപം മാറിയാൽ അനുഗ്രഹത്തിന്, നന്മയ്ക്ക്, വിടുതലിന്, സന്തോഷത്തിന് കാരണമായി തീരും. തിരുവചനം പറയുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീനെന്ന്. 38-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. സങ്കീർത്തനക്കാരൻ പാടുന്ന പാട്ടാണ്. ദൈവം നീരസം കാണിക്കുവാനിടയായി തീർന്നു, കോപിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മെ വിട്ടു മാറുന്നത് പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ പാദപീഠത്തിൽ അനുതാപത്തോടെ നാം അടുത്തു വരുമ്പോഴാ. പ്രിയരെ, യെശയ്യാവ് പ്രവചിച്ചു പറയുന്നത്, ഒരിക്കലും ദൈവകോപം മാറത്തില്ല എന്നല്ല. ചില പ്രതിസന്ധികൾ അനുഭവിക്കുവാൻ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ, ഒരു നല്ല കാലത്തിൻ്റെ ആരംഭത്തിലാണ് പറയുന്നത്, നിന്റെ കോപം മാറാനിടയായി തീർന്നു. പാപവും അന്യദൈവാരാധനയും ദൈവകോപത്തിന് കാരണമായി തീർന്നെങ്കിൽ, മനസ്സ് തുറന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തോടെടുത്തപ്പോൾ ദൈവം തൻ്റെ ജനത്തെ അംഗീകരിക്കുവാനിടയായി തീർന്നു. പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തിക്കൊണ്ട് യേശുവിനെ കാൽവരിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി നൽകി തരുവാനിടയായി തീർന്നു. ഞാൻ ഈ ചെറിയ വാക്യത്തിലോട്ട് വരാം. നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ. ആമേൻ. പ്രിയരെ, പാപം കോപത്തിന് കാരണമായി തീർന്നു എങ്കിൽ മാനസാന്തരവും സമർപ്പണവും മനുഷ്യന്റെ ജീവിതത്തിൽ ആശ്വാസത്തിന് കാരണമായി തീരും.
ഈ പ്രഭാതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച് നിരാശയും ഭാരവും ഹൃദയത്തിനകത്ത് പേറി മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ആശ്വാസമറ്റവരായി ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ കോപം മാറി ദൈവം ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. വെറും വാക്കു പറഞ്ഞൊരിക്കലും ആശ്വസിപ്പിക്കുന്നവനല്ല ദൈവം. നമുക്കറിയാം, നയീൻ പട്ടണത്തിന്റെ വാതിലിൽ വേർപാടിന്റെ വേദനയോടെ നിൽക്കുന്ന ആ വിധവയായ സ്ത്രീയോട് യേശു പറഞ്ഞു, സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞു. നമുക്കറിയാം, കരയണ്ട എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള അനേകർ ഒരുപക്ഷെ നമ്മുടെ ചുറ്റും കാണും. ആ വാക്കുകളൊക്കെ വെറും വാക്കുകളായി തീരുമ്പോൾ നയീന്റെ പടിവാതിലിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെ നിൽക്കുന്ന ആ അമ്മയോട് യേശു കരയണ്ട എന്ന് പറഞ്ഞിട്ട് പോയി എന്നല്ല തിരുവചനം എഴുതിയിരിക്കുന്നത്. എന്താണോ അവൾക്ക് നഷ്ടപ്പെട്ടു പോയത് ജീവനോടെ മടക്കി കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ദൈവപ്രവൃത്തിയും കൂടെ ഉണ്ട് എന്നതാണ് സത്യം. പ്രിയരെ, ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ഒരാശ്വാസം നൽകി തരുന്ന അത്ഭുതത്തിൻ്റെ പകലാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കടഭാരത്തിന് ഒരാശ്വാസം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവപ്രവൃത്തി അതിൻ്റെ കൂടെയുണ്ട്. രോഗത്തിന് ആശ്വാസം നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തിയും കൂടെയുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അത് കാണേണ്ടതിന് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഏതെങ്കിലുമൊക്കെ ഭാരമേറിയ വിഷയങ്ങൾക്കകത്ത് മനം തകർന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവം തൻ്റെ ജനത്തോട് കോപിച്ചു, എന്നാൽ എന്നേക്കും ആ കോപം നിലനിന്നു എന്നല്ല, ആ കോപം വിട്ടുമാറി. കോപത്തിന് കാരണമായിരുന്നത് പാവമാണ്. ആ പാപം ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കാനായി തുടങ്ങി. ദൈവിക ആശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ദൈവം ഒരു മനുഷ്യനെ ആശ്വസിപ്പിച്ചാൽ അതിനോടൊപ്പം ഒരു വലിയ ദൈവപ്രവൃത്തി കൂടെ ഉണ്ടായിരിക്കും. നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തികൾ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ. തിരുവചനം എഴുതിയിരിക്കുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ദൈവിക ആശ്വാസത്തിൻ്റെ ആഴം അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. നീറുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവിക ആശ്വാസം അനുഭവിക്കുവാൻ ഈ പ്രഭാതത്തിലുള്ള സന്ദേശം കാരണമായി തീരട്ടെ. നിങ്ങളെ കരയിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ആശ്വാസമില്ലാതാക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മീതെ വച്ചുകൊള്ളുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ പുലർത്താം. ആമേൻ. ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? പുലർത്താൻ കഴിവുള്ള, ആശ്വസിപ്പിക്കുവാൻ കരുത്തുള്ള, പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഈ ദിവസത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കും. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും, തിരികരം അനുകൂലമായി നീട്ടും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.